അവിടെ ഫോറസ്റ്റ് ഉണ്ടല്ലോ. അത് വില്ലേജ് അല്ലേ? അത് വില്ലേജ്. നമ്മൾ ഇൻട്രോ എടുത്തേക്കാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ എത്ര നാളാണ് ഗൈസ് കണ്ടിട്ട്? എന്നോട് ഇൻട്രോ എടുക്കാനൊക്കെ ഒരാളുണ്ട്, പക്ഷെ അപ്പം കൂടുതൽ പോരാടിപ്പിക്കുന്നില്ല. നമ്മൾ ഭയങ്കര ലെറ്റ്സ് പ്ലേ സീരീസ് ആണ്. അപ്പം ഞങ്ങൾ എല്ലാവരും പോയി എനിക്ക് വേണ്ടി അപ്പോൾ ഗൈസ് നമുക്കിനി നേരെ വില്ലേജിലോട്ട് പോവാം. ഇനി അവിടെയൊക്കെ ലൂട്ടടിച്ച് നമുക്ക് ഫോറസ്റ്റ് ഒന്ന് കുറ്റിപ്പറ്റിയൊക്കെ നിൽക്കാം. ആദ്യം നമുക്ക് പോയി വില്ലേജിലോ കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഒരു വില്ലേജിൻ്റെ ഒരു വീട് ലൂട്ടടിച്ച് സെറ്റാക്കി നിൽക്കാം. അത് കഴിഞ്ഞ് നമുക്കൊരു അടുത്ത എപ്പിസോഡ് അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡ് നമുക്ക് ഫോറസ്റ്റിലോട്ട് പോകാം. അപ്പം ഗൈസ് നമുക്ക് വില്ലേജിലോട്ട് വലുതായിട്ട് റീസൺ സെറ്റ് ചെയ്യണമെന്ന് വലിയ കാര്യമില്ല. നമ്മളടുത്ത് തന്നെയാണ്. ഒന്ന് ചൊറിയാം ഗൈസ്. ചൊറിന് നമുക്ക് വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കൊടുക്കാം. അയ്യോ ഗൈസ്, കിട്ടി ഗൈസ്, നല്ല രീതിയിൽ കിട്ടി. കുഴപ്പമില്ല, നമുക്ക് നേരെ ഓടാം. നമുക്ക് ലൂട്ടടിക്കാനുള്ള കാര്യം നോക്കാം. വില്ലേജിൻ്റെ ഒരു തട്ടും കൂടെ കൊടുക്കാം. ഓക്കെ, നമുക്ക് കണ്ട ലൂട്ടടിക്കാനുള്ള വീട് കണ്ടേ. നമുക്ക് കയറി ഓടിപ്പോയി ഒരു ലൂട്ട് അങ്ങോട്ട് അടിക്കാം. ഗൈസ് സെറ്റ് ഗൈസ്, ഞാൻ മൈൻക്രാഫ്റ്റ് കംപ്ലീറ്റ് ആയി ഗൈസ്. ഫസ്റ്റ് എപ്പിസോഡ് തന്നെ അയൺ ആർമർ. എനിക്ക് വയ്യ ഗൈസ്, ഇനി നമുക്ക് എന്തൊരു വേണം. ഓക്കെ, നമുക്കിതൊക്കെ സെറ്റ് എടുത്തിട്ട് ഗൈസ് ഞാൻ പേടിച്ചു ഗൈസ്. ഞാൻ പെട്ടെന്ന് വിചാരിച്ചില്ല അയൺ ഗോലം അങ്ങനെ ഒന്ന് അടിക്കുമെന്ന്. നമുക്കിനി അയൺ ഗോലത്തിനെ കൊണ്ട് ബാക്കി കാര്യം ചെയ്യാം. ഓക്കെ, ബ്ലോക്ക് നമുക്കില്ല, ആ ഒബ്സിഡിയനാണ് നമുക്കുള്ളത്. അപ്പം ഗൈസ് നമ്മൾ അയൺ ഗോലത്തിനെ കൊണ്ടാം. It was at this moment that he knew. He fucked up. അയ്യോ, നിങ്ങളാരും കണ്ടില്ലല്ലോ അല്ലേ? ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത വീട്ടിലോട്ട് ലൂട്ടടിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ തപ്പി പറക്കി എടുക്കാം. അയൺ ആർമറാണ്, അയൺ ആർമർ. ഫസ്റ്റ് എപ്പിസോഡ് എനിക്ക് സത്യമായിട്ട് ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് ഇത്രയും നല്ല കളിച്ചിട്ടുള്ള ആദ്യത്തെ ഇത് തന്നെ കേട്ടോ, ഈ വേൾഡ്. ഓക്കെ ഗൈസ്, നമുക്കിനി ഈ വീട്ടിൽ ലൂട്ടും അടിക്കാം. വല്ലതും ഉണ്ടായാൽ മതിയായിരുന്നു. നമുക്ക് അത്യാവശ്യം ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ആപ്പിള്, ഫുഡ് അടിക്കാനും നല്ല സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ചെസ്റ്റ് പൊട്ടിച്ചെടുത്ത് നമുക്ക് മറ്റേ വീട്ടിലോട്ട് പോവാം. എന്നിട്ട് നമുക്ക് മറ്റേ വീട് നമ്മളെ വീടായിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ബാക്കിയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അയങ്കോലമേ, നിന്നെ ഞാൻ വെറുതെ വിട്ടേക്കുന്നു. ഞാൻ ആരാ നിനക്ക് അറിഞ്ഞൂടാ. കേസ് നമുക്ക് നേരെ മരം വെട്ടാനായിട്ട് പോയേക്കാം. എല്ലാവരും ചെയ്യുന്ന പോലെ മരം വെട്ടി തുടങ്ങാം. ഓക്കെ ഗൈസ്, എല്ലാം സെറ്റാക്കി നമുക്കിനി ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് പിക്കാക്സും പിന്നെ നമുക്ക് സ്റ്റോൺ പിക്കാക്സൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഗൈസ് നമുക്ക് കണ്ട ഈ വീട്ടിലായിട്ട് നമുക്ക് ഇവിടെ സെറ്റാക്കാം. നമുക്ക് കണ്ട മുകളിലായിട്ട് നമുക്ക് കണ്ട ഇവിടെയായിട്ട് നമുക്ക് കണ്ട ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് തൊട്ടപ്പുറത്ത് നമുക്ക് കണ്ട ഫർണസും വയ്ക്കാം. ഇപ്പം നമുക്ക് പിക്കാക്സൊക്കെ നമുക്ക് ആവശ്യം. ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് നേരെ നമുക്ക് പോയി സ്റ്റോൺ എടുക്കാം. ഇപ്പോൾ ഗൈസ് നമ്മൾ സ്റ്റോണൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. കയങ്കോളത്തിനൊരു തട്ട് കൊടുത്താലോ, വെറുതെ ഓക്കെ ഗൈസ്, ഇപ്പം നമുക്ക് നേരെ നമ്മളെ വീട്ടിലോട്ട് കയറി നമുക്ക് എന്തിനാണ് സ്റ്റോൺ ടൂൾസൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഗൈസ് നമ്മൾ സ്റ്റോൺ ടൂൾസൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ ചെസ്റ്റൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങോട്ടൊന്ന് വെച്ചിട്ട് വലിയ ചെസ്റ്റാക്കി മാറ്റാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേണ്ടപ്പെട്ട വിലയേറിയ സാധനങ്ങൾ നമുക്ക് ആദ്യം തന്നെ കിട്ടിയ അയണൊക്കെ എടുത്ത് ഇതിനകത്തോടൊക്കെ വയ്ക്കാം. പിന്നെ വില കൂടിയ നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ നമുക്ക് അത്യാവശ്യം നമുക്ക് വേണ്ട സാധനം നമുക്ക് ഇനി മുമ്പിലോട്ട് പോകാനുള്ള ബാക്കി സാധനങ്ങളൊക്കെ അതിനകത്തോട്ട് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് സാധനങ്ങളൊക്കെ വെച്ച് വില്ലേജുകാർ കയറി വന്ന് ഒരു തലയ്ക്കൊരു അടിയും കൊടുത്ത് ഗൈസ് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാം ഗൈസ്. ഇനി നമ്മൾ ഫർണസ് എടുക്കാം. ഫർണസ് നമുക്ക് ഉണ്ടാക്കേണ്ട വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ഡബിൾ ഡോർ ആക്കണം. ഇനി ഫർണസ് മാറ്റി രണ്ട് ഫർണസ് എടുക്കാം. ഇവിടെ ആയിട്ട് നമുക്ക് 3 ബ്ലോക്ക് കറക്റ്റ് 3 ബ്ലോക്ക് നമ്മളെ കയ്യിലുണ്ട് ഗൈസ്. 3 ബ്ലോക്കാണ് ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ഫർണസിൻ്റെ കാര്യം ഫർണസ് എടുത്ത് വെക്കുക. ഫർണസ് എടുത്തിട്ട് നമുക്ക് അവിടെ ബ്ലോക്ക് വെക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ബ്ലോക്ക് മുഴുവനും പൊട്ടിച്ചളഞ്ഞാൽ പോലും ഗൈസ്. എപ്പോൾ സെറ്റായില്ലേ. ഒരു ഗ്രൈൻഡറും കൂടെ ഒക്കെ അങ്ങ് എടുത്തേക്കാം. ഗ്രൈൻഡറും എടുത്ത് കാര്യങ്ങളൊക്കെ എടുത്ത് ഓക്കെ. നമുക്ക് ഡോർ രാത്രി ആവാറായി ഗൈസ്. നമുക്ക് ഡോറൊക്കെ സെറ്റാക്കാം. നമുക്ക് ഓക്കെ ഗൈസ് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് ഇനി നമുക്ക് ഗ്രൈൻഡർ ഇവിടെ ആയിട്ട് വയ്ക്കാം. ഇനി നമ്മളെ ഫർണസ് അതിൻ്റെ മുകളിലായിട്ടും കൂടെ ഇങ്ങോട്ട് വെച്ചാൽ പിന്നെ നമ്മൾ കിങ് അല്ലേ ഗൈസ്. എനിക്ക് വയ്യ. ഞാനൊരു കിങ് തന്നെ. അയ്യോ ഗൈസ് രാത്രി ഗൈസ് ഡോറുണ്ടാക്കിയില്ല നമ്മൾ. വേഗം 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 വേഗം. ഇതാണ് എനിക്ക് ടെൻഷനുള്ള പ്രശ്നം. വേഗം ഉണ്ടായി ഗൈസ്. വേഗം വേഗം വെക്ക്. അയ്യോ നമുക്ക് ബെഡില്ല. ബെഡ് എടുക്കണം. ബെഡ് ഇവിടുന്ന് എടുക്കാം ഗൈസ്. ബാക്കിയൊക്കെ നാളെ നോക്കാം. വേഗം കൊച്ചറ അങ്ങോട്ട് മാറ്. ഇവിടെ വലിയ കാര്യം നടക്കുമ്പോഴാണ് നിൻ്റെ ഉറക്കം. ഓക്കെ ഗൈസ് രാത്രി നല്ലോണം ആയിട്ടുണ്ട്. ഇതങ്ങോട്ട് അടയ്ക്കട്ടെ. കഥ അടയ്ക്കാൻ പറഞ്ഞു. എന്തിനടെ എനിക്ക് ദേഷ്യം ഗൈസ്. ഓക്കെ ഗൈസ് ഇനി നമുക്ക് ഈ ബെഡ് ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ട് കിടന്നങ്ങോട്ട് ഉറങ്ങണം ഗൈസ്. രാവിലെ ആയിട്ട് നമ്മളെ ഈ വീഡിയോ നമ്മളിത് വൈൻഡപ്പ് ചെയ്യും. ലെറ്റ്സ് പ്ലേ സീരീസ് നമ്മൾ 2ാമത്തെ എപ്പിസോഡ് നമ്മൾ ഉടനെ ഇടുന്നതായിരിക്കും. ഇതെന്തൊരു ഗൈസ് ഇത് ബഗ്ഗാണ് ഗൈസ്. ബഗ് റോക്ക് എഡിഷൻ അല്ലേ ഗൈസ്. ബെഡ് റോക്കിന് ബഗ് റോഷല്ലേ നമ്മൾ പറയുന്നത്. എന്തൊക്കെ ആയാലും ക്രാഫ്റ്റിൻ്റെ ഇവിടെ ഒട്ടിച്ച് നമ്മൾ ഇറങ്ങി തിരിച്ച് വയ്ക്കാം. എന്നിട്ട് അങ്ങ് വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. അപ്പം ഈ സീഡ് ഞാൻ കമൻറ്റിൽ കൊടുത്തേക്കാം. ഞങ്ങളാരും കളിച്ച് നോക്കുക. നല്ല സീഡാണ്. ഓക്കെ നമ്മൾ മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസ് ഫസ്റ്റ് എപ്പിസോഡ് തന്നെ കിഡിലായിട്ട് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് എപ്പിസോഡിന് ചെസ്റ്റും ബൂട്ടും ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ